യേശു കർത്താവ് തന്നെ തന്നെ ഒരു മുന്തിരിവള്ളിയായും നാം ഓരോരുത്തരും കൊമ്പുകളായും വിശേഷിപ്പിച്ചിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇറ്റ് ഈസ് ദി ലൈഫ് ലോങ് എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടറിങ് ജീസസ്. യേശുവുമായുള്ള ആത്മബന്ധത്തിൻ്റെ ആജീവനാനന്ദ വിപുലീകരണമാണിത്. ഈ ബന്ധത്തിൻ്റെ ആത്യന്തികമായ കാര്യമെന്നത് ഫലം കായ്ക്കാനുള്ള ശക്തി ഉണ്ടാവുക എന്നതാണ്. ശക്തി ഉണ്ടാവുന്നത് ജീവനിൽ നിന്നാണല്ലോ. യേശു എന്ന ജീവനിൽ വസിക്കുന്നിടത്തോളം മാത്രമേ ശക്തി നമ്മിലുണ്ടാവുകയുള്ളൂ. യേശുവിൽ വസിക്കാതെയും പലരും ഫലം കായ്ക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ആ ഫലത്തെ വിശേഷിപ്പിക്കുന്നത് ആകാത്ത ഫലം എന്നാണ്. എന്നാൽ അതേസമയം യേശുവിൽ വസിച്ച് ഫലം കായ്ക്കുന്നതോ നല്ല ഫലം ആയിരിക്കും. യേശുവിൽ വസിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 1, യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക, 2, യേശുവിൻ്റെ വചനത്തിൽ വസിക്കുക. ഇവ രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിൻ്റെ വാക്കുകളുടെ സത്യത്തിലും അവൻ്റെ സ്നേഹത്തിൻ്റെ ഉറപ്പിലും സ്ഥിരമായ ആശ്രയമായി നിലകൊള്ളുന്നതിലേക്കാണ്. യേശു കർത്താവിൻ്റെ പരമാധികാരത്തിന് കീഴിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ കർത്താവിനെ നാം ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാതെ അവിടുത്തെ സ്നേഹത്തിൻ്റെ മറവിൽ നാം വാസം തുടർന്നുകൊണ്ടേയിരിക്കും. ആയതുപോലെ തന്നെ അബൈഡ് ഇൻ മൈ വേർഡ്, എൻ്റെ വചനത്തിൽ വസിക്കുക എന്നത് കീപ്പ് ഓൺ ട്രസ്റ്റിംഗ് മൈ വേർഡ്, കീപ്പ് ഓൺ ട്രസ്റ്റിംഗ് വാട്ട് ഐ ഹാവ് റിവീൽഡ് അബൌട്ട് മൈ സെൽഫ് ആൻഡ് മൈ വർക്ക്. എൻ്റെ വചനത്തിൽ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ വെളിപ്പെടുത്തി തന്നിട്ടുള്ള എന്നെയും എൻ്റെ പ്രവൃത്തിയെയും വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക എന്നർത്ഥം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനത്തിൽ നാം നിലനിന്ന് പോകുമ്പോൾ പാപപ്രവൃത്തികളിൽ നിന്നും നാം സ്വതന്ത്രരായി തീരുകയാണ്. നല്ല ഫലം കായ്ക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മെ അടിമയാക്കി വച്ചിരിക്കുന്ന പാപപ്രവൃത്തികളാണ്. വചനത്തിൽ വസിക്കുന്നതോടെ അതിൽ നാം വിജയം കണ്ടെത്തി സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ഇന്ന് അനേകർ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനൈക്യത്തിൻ്റെയും ആഘാത ഫലങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ വചനത്തിലും വസിച്ചുകൊണ്ട് ക്ഷമയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ഫലം കായ്ച്ചുകൊണ്ടിരിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.